ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായാണ് ആരോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 18 മണ്ഡലങ്ങളിലെ വിശേഷങ്ങൾ നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കോട്ടയം, ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൂടെയാണ്. ഹലാൽ, കോട്ടയം, ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം എന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനൊപ്പം ആണ് നിലകൊള്ളിട്ടുള്ളത്. ഇടുക്കിയെ സംബന്ധിച്ചാണെങ്കിൽ ഇടുക്കിയിൽ LDFും UDFും മാറി മാറി വരുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുവന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളിലെ അവസ്ഥ ഒന്ന് ഹലാൽ വിശദീകരിക്കാമോ? ഇത് രണ്ട് മലയോര മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായി അവിടുത്തെ വിഷയം കർഷകരുടെ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഹൈ റേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളാണ്. അവിടുത്തെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. ആ മേഖലയിലെ വിഷയം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് പലപ്പോഴും അവിടെ ജയിച്ചു വരുന്നത്. ഇപ്പോൾ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിട്ട് കോട്ടയം ഇരുന്നിട്ടുണ്ട്. കോട്ടയം ഇരുന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകരുടെയും അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ കർഷകരുടെ ഒരു പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. കോട്ടയത്തിൻ്റെ നിയമസഭാ ഇലക്ഷനിലെ ചിത്രങ്ങളൊക്കെ വേറെയാണെങ്കിലും ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് നോക്കിയാൽ കാണാം. 2009 ജോസ് കെ മാണി വിജയിച്ചു വരികയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ. അതോടൊപ്പം തന്നെ 2014 ജോസ് കെ മാണി വീണ്ടും ജയിക്കുകയാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ. എന്നാൽ അതിനുശേഷം ജോസ് കെ മാണി മാറുകയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ തന്നെ തോമസ് ചാഴിക്കാടൻ വരികയാണ്. അപ്പോൾ തുടർച്ചയായി 3 ഇലക്ഷനിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചു വരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും ചർച്ച ചെയ്ത് കഴിഞ്ഞ 3 ഇലക്ഷൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാര്യം ഒരു മണ്ഡലം രൂപീകരണ ആയ കാലം മുതലുള്ളതെല്ലാം നമ്മൾ എടുത്തില്ല. 2009 മുതൽ ഇപ്പോൾ വരെ 4ാമത്തെ ഇലക്ഷനിലേക്ക് വരുന്ന 24 വരെയുള്ള പ്രതിഭാസങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്ത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോട്ടയത്തിൻ്റെ ഒരു നിൽക്കുന്നൊരു സ്ഥിതി അവിടെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പ് ശക്തമായി നിൽക്കുകയും കഴിഞ്ഞ തവണ ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ നേതാവായി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വെക്കുമ്പോൾ തോമസ് ചാഴിക്കാടിനെ സംബന്ധിച്ച ആൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. വളരെ സിമ്പിളായ മനുഷ്യൻ എന്ന നിലയിൽ നല്ല ജനാഭിപ്രായമുള്ള ആളാണ്. അദ്ദേഹം തന്നെ വീണ്ടും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗമായി നിൽക്കുകയും കൂടെ ചെയ്യാണ്. ഇതിന് മുന്നണി മാറ്റങ്ങൾ ഇടയ്ക്കുണ്ട്, നമ്മളത് പരാമർശിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വീണ്ടും നിൽക്കുമ്പോൾ അവിടെ നല്ല രൂപത്തിൽ മേൽക്കൈ നേടി വരാൻ കഴിയുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പുറത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഫ്രാൻസിസ് ജോർജാണ്. ഫ്രാൻസിസ് ജോർജ് പലതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയൊക്കെ പോയി നിന്നു വീണ്ടും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇപ്പോൾ UDFിലെ കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ജോസഫ് ഗ്രൂപ്പിനകത്ത് അന്തഛിദ്രം വളരുകയും നിരവധി ആളുകൾ പുറത്തോട്ട് ചാടിപ്പോവുകയാണ്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ കാലം കോട്ടയത്തെ തന്നെ അവിടുത്തെ UDFിൻ്റെ ചെയർമാനായിട്ടിരുന്ന ആളാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. പുള്ളി പോയെന്ന് മാത്രമല്ല NDA ചേരുകയും ചെയ്യണം. പുതിയ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി BJP മുന്നണിയിൽ അംഗമായി അതാണ് നിൽക്കുന്നത്. അതിനുശേഷം 2 ജില്ലാ പ്രസിഡന്റുമാർ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ വലിയ തരത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്ത് ചാടി പോകാൻ പോകുന്നു എന്നതല്ല. അപ്പോൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് അതിൻ്റെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം UDF അവിടെ നിൽക്കുന്നെങ്കിലും അതിൻ്റെ തിക്തഫലം UDF അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ ശക്തമായ നിലയിൽ തോമസ് ചാഴിക്കാടൻ നിൽക്കുന്നു. ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് BDJSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി. വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം കോട്ടയത്തേക്ക് വണ്ടി കയറിയത്. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നത് അവിടെ പാർലമെൻറ്റിൽ BDJS NDA പിന്തുണയിൽ അല്ലെ NDAയുടെ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ നേടും എന്ന നിലയിലാണ്. നമുക്ക് അവിടെ അതൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നെങ്കിലും മത്സരത്തിൽ ശക്തമായി ഇവരോടൊപ്പം എത്തിച്ചേരാൻ കഴിയുന്നില്ല. കുറച്ച് വോട്ട് പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സാമാന്യം നല്ല രൂപത്തിൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി പല രീതിയിലെ കാരണങ്ങൾ കൊണ്ട് വോട്ട് പിടിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തോമസ് ചാഴിക്കാടിനോടൊപ്പമോ അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ ഒപ്പമോ ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുതയും നിൽക്കുകയാണ്. അപ്പം നമുക്ക് രണ്ടാമത് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ഇടുക്കിയിലെ സ്ഥിതി ഈ കോട്ടയത്തിനോട് സമാനമായ അവസ്ഥയാണ്. കർഷകരുടെ പ്രശ്നം തന്നെയാണ് അവിടെ എപ്പോഴും മുൻതൂക്കം നിൽക്കുന്നത്.
പ്രത്യേകിച്ച് ഹൈ റേഞ്ച് എന്ന നിലയിൽ അവിടെ ഒട്ടേറെ അവിടുത്തേതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പരിസ്ഥിതി ദുർബല പ്രശ്നങ്ങളൊക്കെ മാധവ് ഗാഡ്ഗിൽ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണത്. അവിടെ 2009 PT തോമസ് UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വരികയാണ്. എന്നാൽ 2009 പ്രവർത്തനത്തിൽ നിന്ന് മാറി 2014 ഇലക്ഷൻ വരുമ്പോൾ ജോയ്സി ജോർജ് LDF സ്വതന്ത്രനായി വരികയും മണ്ഡലം LDF പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. ശക്തമായ മത്സരത്തിലൂടെയാണ് പിടിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വളരെ മെച്ചപ്പെട്ടായിരുന്നു. ജോയ്സി ജോർജ് ആ മണ്ഡലം നിറഞ്ഞു നിന്ന് കാർഷിക വിഷയങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിനകത്തും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നന്നായി ഇടപെട്ടു. എന്നാൽ 2019 ആ ലോക്സഭാ ഇലക്ഷനിൽ നേരത്തെ പല വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ UDF അനുകൂലമായ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി ഇടുക്കിയും ആ ഒഴുക്കിൽ ഒലിച്ചുപോയി. പക്ഷേ ഇടുക്കിയെ തിരിച്ചു പിടിക്കാൻ ജോയ്സി ജോർജിനെ തന്നെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഇമേജ് ഒക്കെ ഭാഗത്ത് 2019 ആ കുത്തൊഴുക്കിൽ പോയി UDF വേണ്ടി ജയിച്ചു വരുന്നത് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു. അപ്പോൾ ഡീൻ കുര്യാക്കോസ് യഥാർത്ഥത്തിൽ ഈ അടുത്ത് അവിടെ ഉണ്ടായ കോലാഹലങ്ങൾ, അതായത് വനമേഖലയിൽ വന്ന വന്യമൃഗ ആക്രമണത്തെയൊക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്താലേ കഴിയൂ എന്നുള്ള വസ്തുത നിൽക്കവേ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളുടെ അടക്കം ബോഡി എടുത്തുകൊണ്ട് നടത്തിയ ഇലക്ഷന് വേണ്ടി ലക്ഷ്യം വെച്ച് നടത്തിയ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് വളരെ ശക്തമായ ഒരു മത്സരം ഡീൻ കുര്യാക്കോസും ജോയ്സി ജോർജും തമ്മിൽ നടക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. പക്ഷേ ത്രികോണ മത്സരത്തിന് പ്രതീതി സൃഷ്ടിക്കാൻ സംഗീത വിശ്വംഭരന് കഴിയുന്നില്ല. അപ്പോൾ ഇവർ 3 പേരും മത്സരരംഗത്തുണ്ടെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ തീവ്രതയിലേക്ക് കൊണ്ടുവരുവാൻ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വംഭരന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ മത്സരം നേരിട്ട് ഡീൻ കുര്യാക്കോസും ജോയ്സി ജോർജും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. ജനാഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് അഭിപ്രായത്തിലേക്ക് പോകാം. ഈ കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് പറയുന്നത്? കോട്ടയം മണ്ഡലത്തിൽ എന്താ സംശയമാണ് തോമസ് ചാഴികാടൻ ജയിക്കുക. അപ്പോൾ എന്താണ് കാരണം? തോമസ് ചാഴികാടനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ 100% ഫണ്ട് വിനിയോഗിച്ചു. ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പിന്നെ സൗമ്യനായ ഒരു നേതാവാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ജയിക്കും. തോമസ് ചാഴികാടൻ ജയിക്കുമെന്നാണ് പൂർണ്ണ വിശ്വാസം. മറ്റുള്ളവർക്ക് സാധ്യതയില്ല. സാധ്യതയുണ്ട്, എന്നാലും വികസന പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ തോമസ് ചാഴികാടൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. എന്നാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഭരണം ഉപയോഗിച്ച് ചിലപ്പം ഒരു തുഷാർ വെള്ളാപ്പള്ളിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട്. ഉള്ളൂ. എന്നാലും ഫ്രാൻസിസ് ജോർജിനും ചാൻസ് ഉണ്ട്. നല്ലൊരു കടുത്ത മത്സരമായിരിക്കും. LDF ചാൻസ് ഇല്ല. LDF നമുക്ക് പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ്. എന്നാലും കൂടുതൽ ചാൻസ് ആർക്കാം? ചാൻസ് എനിക്ക് ഫ്രാൻസിസ് ജോർജ് ചിലപ്പം. തോമസ് ചാഴികാടൻ ജയിക്കാനാണ് സാധ്യത. കാരണം 100% MP ഫണ്ട് വിനിയോഗിച്ച നിലയിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന നിലയിലും തോമസ് ചാഴികാടൻ ജയിക്കാനാണ്. UDF BJPക്കൊന്നും ഒരു പ്രശസ്തി ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കേന്ദ്രത്തിൽ ഇടതുപക്ഷം വരേണ്ടതിൻ്റെ അനിവാര്യത അനുസരിച്ചാണ് തോമസ് ചാഴികാടൻ. കാരണം എന്നാ? കാരണം വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. 100% തോമസ് ചാഴികാടൻ തന്നെ ജയിക്കും. ഉറപ്പാ? ഫ്രാൻസിസ് ജോർജ്. കാരണം എന്നാ? LDF ഭരണം മോശമാണോ? UDF തരംഗമാണോ? ഉറപ്പാണ്. ചാഴികാടൻ ജയിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ പുള്ളി നല്ല മനുഷ്യനാണ്. നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ജയിക്കത്തുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളി ജയിക്കണമെന്നാണ്. കാരണം 3-ാം തവണയും ഞങ്ങൾ മോദി സർക്കാർ വരണമെന്നാണ്. തോമസ് ചാഴികാടൻ ജയിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഭൂരിപക്ഷം ചാഴികാടൻ ജയിക്കുന്നത് ഉറപ്പാണ്. ഒന്നും കാണിക്കാതെ കൈയിട്ട് വാരാതെ ജയിക്കുന്ന ആളാണ് അവിടെ. തോമസ് ചാഴികാടൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ചാഴികാടൻ തന്നെയാണ്. മണ്ഡലമാണ്. മണ്ഡലത്തിൽ തോമസ് ചാഴികാടനാണ് കൂടുതൽ മുൻതൂക്കം കിട്ടുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ളത്?
അത് തീർച്ചയായിട്ടും പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജാണ് ജയിക്കാൻ പൂർണ്ണമായിട്ടും അർഹനായിട്ടുള്ള ആൾ. പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു MP ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന വിധത്തിലാണ് നമ്മുടെ നാട്ടിൽ MP-യുടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. എന്നാൽ 2014 മുതലുള്ള ജോയ്സ് ജോർജിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള വികസനങ്ങളാണ് ഈ മണ്ഡലത്തിലേക്കും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കും എത്തിച്ചിട്ടുള്ളത്. നിലവിലെ MP ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോവിഡ് കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതുവരെ കോവിഡ് പടരാത്ത ഇടമലക്കുടിയിലേക്ക് കോവിഡ് പടർത്തുന്ന ആളായി മാത്രമാണ് നിലവിലെ MP മാറിയിട്ടുള്ളത്. എന്നാൽ പ്രളയകാലം അടക്കമുള്ള സാഹചര്യങ്ങളിൽ ഇടുക്കി ജനതയോടൊപ്പം നിന്ന ഒരു MP ആയിരുന്നു ജോയ്സ് ജോർജ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ജോയ്സ് ജോർജ് ആയിരിക്കും ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുക എന്നുള്ളത്. ഇടുക്കിയിൽ ആര് ജയിക്കുന്നതെന്ന് എന്ത് സംശയമുള്ളത്? ജോയിസ് അല്ലാതെ വേറെ ആർക്കാണ് ഇടുക്കി ജില്ലയിൽ വിജയം? അത് ജോയിസിൻ്റെ വിജയം തന്നെയാണ് ഇടുക്കി ജില്ലയുടെ വിജയമായി മാറുകയാണ്. ഡീൻ കുര്യാക്കോസ്. എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബെറ്റർ ആയിരുന്നു. ഇടുക്കി മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഒരു സാധ്യതയില്ല. ജോയ്സ് ജോർജ് തന്നെ ഉറപ്പായും ജയിച്ചിരിക്കും. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. നമുക്കിപ്പം ചെറുപ്പക്കാരുടെ അറിയാം, എല്ലാ ആളുകളും ഇപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എറണാകുളത്ത് പോകേണ്ട സ്ഥിതിയായിരുന്നു. ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇടുക്കിയുടെ പോസ്റ്റ് ഓഫീസിൽ പാസ്പോർട്ടിൻ്റെ ഓഫീസ് ഇവിടെ കൊണ്ട് തന്നിരിക്കുകയാണ്. അതിനപ്പുറം നമുക്ക് വേറെ എന്ത് സഹായമാണ് വേണ്ടത്? പിന്നെ നിരവധിയായ ഹൈവേകൾ. ഇപ്പോൾ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണല്ലോ നമ്മൾ ആ മൂന്നാറിലുള്ള ആ റോഡിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാക്കിയത്. ആ റോഡ് കൊണ്ടുവന്നതും ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ്. 2018 പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുതോണി പാലം ഒലിച്ചു പോയപ്പോൾ അതിന് കേടുപാട് സംഭവിച്ചപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കകം അവിടെ ബന്ധപ്പെട്ട് നമുക്ക് പാലം പണിയുന്നതിന് വേണ്ടിയുള്ള പൈസ അനുവദിപ്പിച്ചു. അതിൻ്റെ ടെൻഡർ നടപടികൾ വരെയും പൂർത്തീകരിച്ചിട്ടാണ് ജോയ്സ് ജോർജിൻ്റെ ഒരു കാലാവധി കഴിയുന്നത്. ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയ ജോയ്സ് ജോർജ് അല്ലാതെ വേറെ ആര് ഇടുക്കിയിൽ ജയിക്കാനാണ്? ജോയ്സ് ജയിക്കും. അങ്ങനെ പറയാൻ കാര്യം, ഡീനെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ഇലക്ഷന് മുമ്പ് പോസ്റ്ററെ മാത്രം കണ്ടിട്ടുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ജയിക്കാനുള്ള സാധ്യത. കാരണം എന്തായിരിക്കും? കാരണം ഈ 5 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത. നമ്മുടെ ആഗ്രഹം ജോയ്സ് ജോർജ് ജയിക്കണമെന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 100% പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് മുന്നത്തെ ഇപ്പോഴത്തുള്ള പ്രവർത്തനവും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണ നേട്ടം ഈ കുറി കേരളത്തിലും BJPക്ക് വൻ വളർച്ച ഉണ്ടാക്കും. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വൻ ഭൂരിപക്ഷം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഈ 2014-19 കാലഘട്ടത്തിൽ ഇടുക്കിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ഇടുക്കിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനായി. എൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസ് ആണ്. എന്തുകൊണ്ടായിരിക്കും? എല്ലാ വർഷവും ഡീൻ കുര്യാക്കോസ് ആണല്ലോ. ഡീൻ കുര്യാക്കോസ് ആണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ? ജോയ്സ് ജോർജ് ജയിക്കും, അത് തന്നെ അഭിപ്രായം. ഇപ്പോൾ കോട്ടയം, ഇടുക്കി ജില്ലകളിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കഴിഞ്ഞു. ഈ ജനാഭിപ്രായങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? ഈ 2 മണ്ഡലത്തിലെയും ജനാഭിപ്രായം കേൾക്കുമ്പോൾ ഇവിടുത്തെ റിസൾട്ടിനെ സംബന്ധിച്ച് ആരോസിന് പറയാനുള്ളത് 2 രൂപത്തിലാണ്. കോട്ടയം ഇടതുപക്ഷം നിലനിർത്തും. അതായത് കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയുടെ ഭാഗമായി വരികയും തോമസ് ചാഴിക്കാടൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് കോട്ടയത്ത് ഈ പറഞ്ഞതുപോലെ UDFൻ്റെ ദുർബലാവസ്ഥ കൂടെ മുതലെടുത്തുകൊണ്ട് അവിടെ കോട്ടയം കേരള കോൺഗ്രസ് M നിലനിർത്തുമെന്ന് അസന്ദിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇടുക്കിയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇടുക്കിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ആര് മുന്നിൽ എന്ന നിലയിലേക്ക് ശക്തമായ മത്സരം വരികയും നമുക്ക് ഈ മത്സരത്തിൻ്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ ആരാണ് വിജയി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് വരികയാണ്. അതുകൊണ്ട് ആരോസിന് പറയാനുള്ളത്, അത് ലാലു കൺക്ലൂഡ് ചെയ്യുമെങ്കിലും എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഒന്നാണ്, ഇവിടെ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളുടെ ഗണത്തിലാണ് ഇടുക്കി ഉൾപ്പെടുത്താൻ കഴിയുക. ഇപ്പം നമ്മളിപ്പോൾ 2 മണ്ഡലങ്ങളിലെയും മത്സരഫലങ്ങൾ ആരോസിൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ആരോസിന് പറയാനുള്ള ഇതാണ്, കോട്ടയം നിസ്സംശയം നമ്മൾ പറയുകയാണ്, കോട്ടയം LDF നിലനിർത്തും. അതായത്
മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ അവിടെ നിന്ന് വിജയിക്കുമെന്ന് തന്നെയാണ് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേസമയം ഇടുക്കിയുടെ പ്രവചനം നമ്മൾ ഒരു കട്ടയ്ക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. ചെറിയൊരു മേൽക്കോയ്മ നമ്മൾ LDFന് കാണുന്നുണ്ടെങ്കിലും അവിടെ നല്ലൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ മത്സരഫലം നമുക്കിതിന് ശേഷം മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.